തേനിലും മധുരം വേദമല്ലാതെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിനായി ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന് സ്തോത്രം. വെളിപ്പാട് 20-ാം അധ്യായമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും അതിനായി കർത്താവ് ഭൂമിയെ പുതുക്കിപ്പണിയുന്ന വിധത്തെക്കുറിച്ചും യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന ആ മനോഹര ഭൂമിയിൽ പാർക്കുന്നത് ആരൊക്കെയാണെന്നും അവരുടെ സ്ഥാനം എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്ന് പഠിക്കാം. കർത്താവിന് സ്തോത്രം. സഹസ്രാബ്ദ വാഴ്ച. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, അതായത് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് വെളിപ്പാട് 20-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിശാചായ മൃഗത്തെ ന്യായം വിധിച്ച് അഗാധ കൂപത്തിൽ അടച്ച ശേഷം ഭൂമിയെ ശുദ്ധീകരിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്കായി ക്രിസ്തു തൻ്റെ കാന്തയായ സഭയോടൊത്ത് രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുവാൻ വരികയാണ്. ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ആദാമ്യ ഭൂമിയെ പുതുക്കിപ്പണിത് മനുഷ്യന് തിരികെ നൽകിയ ശേഷം യേശുക്രിസ്തു രാജ്യഭരണം ഏറ്റെടുത്തുകൊണ്ട് ജനത്തിന് നല്ലൊരു രാജ്യം സ്ഥാപിക്കുകയാണ്. അതിനായി ഭൂമിയെ പുതുക്കിപ്പണിയുകയാണ്. ഉൽപ്പത്തി 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം മനോഹരമായ ഭൂമിയെ സൃഷ്ടിച്ച് ആദ്യ മനുഷ്യരായ ആദാമിന് ഹവ്വയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് കൽപ്പിച്ചുകൊണ്ട് ഭൂമിയെ അവരെ ഏൽപ്പിക്കുകയാണ്. എന്നാൽ സാത്താൻ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി ഉപായത്താൽ ഭൂമിയുടെ അവകാശം അവൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. സ്വർഗം പോലെ മനോഹരമായിരുന്ന ഭൂമി അവനാൽ ശപിക്കപ്പെട്ടു, മുള്ളും പറക്കാരെയും കൊണ്ട് നിറഞ്ഞു. അവൻ്റെ ഈ കുടികിടപ്പ് അവകാശത്തിൽ നിന്നും അവനെ ഇറക്കിവിട്ട് ഭൂമിയെ ആദ്യത്തേതുപോലെ മനോഹരമാക്കി തീർത്ത് യഥാർത്ഥ അവകാശിയായ മനുഷ്യന് തിരികെ ഏൽപ്പിക്കുവാൻ പോവുകയാണ്. ദുഷ്ടനായ സാത്താൻ്റെ അധീനതയിൽ കിടന്ന് മുള്ളും പറക്കാരെയും തരിശും മരുഭൂമിയുമായി കിടന്ന ശപിക്കപ്പെട്ട ഭൂമിയെ പുതുക്കിപ്പണിത് മനോഹരമായ ഭൂമിയാക്കി മാറ്റുകയാണ്. മരുഭൂമിയെ ഉവർനിലവും ജലതടാകവും ഉദ്യാനവും നീരുറവും ഫലഭൂയിഷ്ടവുമുള്ളതാക്കി തീർക്കുന്നു. നല്ല കാലാവസ്ഥയും നല്ല വിളയും നൽകുന്നതിനാൽ ഭൂമി 100 മേനി വിള തരും. ഭൂമിയിലെങ്ങും ചിതറപ്പെട്ട സകല യഹൂദ ജനത്തെയും ഇസ്രായേലിലേക്ക് കർത്താവ് മടക്കിക്കൊണ്ടുവരികയും നഷ്ടപ്പെട്ട അവരുടെ ദേശമായ പാലസ്തീൻ മുഴുവനും അവർക്ക് അവകാശമായി നൽകുകയും അവർ അവിടെ നിർഭയം പാർക്കുകയും ചെയ്യും. യെഹെസ്കേൽ പ്രവചനം 39-ാം അധ്യായം 25 മുതൽ 27 വരെ അവിടെ ഇത് കാണാവുന്നതാണ്. യെരുശലേം ആസ്ഥാന നഗരമായിരിക്കും. ഭൂമി നിവാസികളെ കൊണ്ട് നിറയും. സമൃദ്ധമായ ഭൂമി ആകയാൽ ഒന്നിനും മുട്ടുവരികയില്ല. കഷ്ടമോ രോഗമോ ക്ഷാമമോ പട്ടിണിയോ നിലവിളിയോ ഇവയൊന്നും ഉണ്ടാകയില്ല. വൃദ്ധർ യുവാക്കളെപ്പോലെ ആരോഗ്യവാന്മാരായിരിക്കും. ശാന്തിയും സമാധാനവും ഐശ്വര്യവും സന്തോഷവും കൊണ്ട് ജനം ആനന്ദ നൃത്തം ചെയ്യും. യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്നതിനാൽ ആർക്കും ഒന്നിനും ഇല്ലാത്തതിനാൽ അവിടെ ധനവാനെന്നോ ദരിദ്രനെന്നോ ഒന്നും അവിടെ ഇല്ല. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സമൃദ്ധരായിരിക്കും. യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവായി നീതിയോടെ ഭരിക്കുന്നു. അതിനാൽ ഭൂമി ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും.
ചെന്നായി കുഞ്ഞാടിനോടൊപ്പവും പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടൊപ്പവും പാർക്കും. പശുക്കിടാവും ബാലസിംഹവും ഒന്നിച്ചു വസിക്കും. മുല കുടിക്കുന്ന ശിശു സർപ്പങ്ങളുടെ പോതിൽ കളിക്കും. എല്ലാവരും സസ്യബുക്കുകളായിരിക്കും. സിംഹം കാളയെപ്പോലെ വയ്ക്കോൽ തിന്നും. ആർക്കും ഒരു ഭയവും അവിടെ ഉണ്ടായിരിക്കുകയില്ല. സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കും. യേശുക്രിസ്തു സർവഭൂമിക്കും രാജാവാകും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 6 മുതൽ 16 വരെ. സഖരിയാവ് 14:8. ജനം ഭൂമിയിൽ സമാധാനത്തോടെ കൃഷി ചെയ്യും. മുന്തിരിവള്ളി ഫലം തരും. ആകാശം മഞ്ഞ് പൊഴിക്കും. പേമാരിയോ ഭൂകമ്പങ്ങളോ ഉണ്ടാകയില്ല. ജനം മുഴുവനും ഏക സത്യദൈവമായ യഹോവയെ ആരാധിക്കും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയുകയും എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങുകയും ചെയ്യും. ഫിലിപ്പിയർ 2-ാം അധ്യായം 10-ാം വാക്യം. ഇത്ര നീതിയുള്ള നല്ല ഭരണം ലഭിച്ചിട്ടും ഹൃദയത്തിൽ സത്യദൈവത്തെ സ്വീകരിക്കാത്ത, മാനസാന്തരപ്പെടാത്ത ചുരുക്കം ചില ജാതികൾ അവിടെ അപ്പോഴും ഉണ്ടായിരിക്കും. അവരെ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കും. വെളിപ്പാട് 19-ാം അധ്യായം 15, 2-ാം അധ്യായം 21, 27-ാം അധ്യായം 12:5. സഹസ്രാബ്ദ വാഴ്ചയിലെ പ്രജകളായിരുന്നു നമുക്ക് പഠിക്കാം. ഓരോ യുഗങ്ങളിലും മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമോ എന്നൊരു പരിശോധന ദൈവം നടത്താറുണ്ട്. ദൈവത്തിന് സകലതും അറിയാമെങ്കിലും മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ടതിന് ഈ പരിശോധന നടത്തുന്നു. നിഷ്കന്മഷയുഗമായ ആദാമ്യയുഗം, അബ്രഹാമിൻ്റെ കാലത്തുള്ള മനസാക്ഷിയുഗം, മോശയുടെ കാലത്തുള്ള ന്യായപ്രമാണ യുഗം എന്നീ യുഗങ്ങളിലും ദൈവം മനുഷ്യനെ പരിശോധിച്ചു. അവസാനം ഈ കൃപായുഗത്തിലും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ യുഗങ്ങളിലും മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ സാത്താന് വിധേയപ്പെട്ട് ജീവിക്കുന്നു. ഇനിയും ദൈവം തന്നെ നേരിട്ട് വന്ന് സാത്താനും ദുഷ്ടന്മാരും ഇല്ലാത്ത, യാതൊരു കഷ്ടതയുമില്ലാത്ത സന്തോഷമുള്ള ഒരു പുതിയ യുഗം തുറന്ന് 1000 വർഷം നീതിയുള്ള ഒരു ഭരണം മനുഷ്യന് നൽകുകയാണ്. ഈ പുതുക്കപ്പെട്ട ഭൂമിയിൽ സാത്താനെയും ദുഷ്ടന്മാരെയും ഭൂമിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നീതിയുള്ള ഒരു ഭരണം നൽകുമ്പോൾ മനുഷ്യന് പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമോ എന്ന പരിശോധന ദൈവം നേരിട്ട് നടത്തുകയാണ്. മനുഷ്യൻ മനഃപൂർവ്വം പാപം ചെയ്തിട്ട് സാത്താൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടുവാനും സാധ്യമല്ല. കാരണം സാത്താൻ ഭൂമിയിലില്ലല്ലോ. സഹസ്രാബ്ദ യുഗത്തിൽ ക്രിസ്തു സഭയും യഹൂദന്മാരും ജാതികളും ഇന്നുള്ളതുപോലെ തന്നെ ഉണ്ട്. ഈ 3 കൂട്ടരും എല്ലാ കാലത്തും ഉണ്ട്. 1. ക്രിസ്തു സഭ. ക്രിസ്തുവും സഭയും എന്നത് പിരിയാബന്ധമാണ്. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നും ആർക്കും അത് വേർപിരിപ്പാൻ സാധ്യമല്ല എന്നും കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുള്ളതാകയാൽ മണവാളൻ പോകുന്നിടത്തൊക്കെയും മണവാട്ടിയും കൂടെയുണ്ട്. എൻ്റെ പിതാവ് എനിക്ക് തന്നിരിക്കുന്നത് പോലെ ഞാൻ അവർക്ക് ജാതികളുടെ മേൽ അധികാരം നൽകും. ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ അവർക്ക് വരം നൽകും. വെള്ള ധരിച്ചും കൊണ്ട് അവർ എന്നോട് കൂടെ നടക്കും. ഞാൻ അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. വെളിപ്പാട് 5:10, 3:5, 21, 2:21. ഈ വചനപ്രകാരം ക്രിസ്തു സഭ ക്രിസ്തുവിനോട് കൂടെ യെരൂശലേം ആസ്ഥാനമാക്കി രാജാക്കന്മാരും പ്രഭുക്കന്മാരുമായിരുന്ന
ക്രിസ്തുവിനൊപ്പം കൂടെ വാണ ലോകത്തെ ഭരിക്കും. നമുക്ക് ലഭിച്ച പ്രതിഫലങ്ങൾക്കൊത്തവണ്ണം ദേശം വിഭാഗിച്ച് നൽകും. ലൂക്കോസ് 19-16 മുതൽ 19 വരെ നാം വായിക്കുമ്പോൾ 10 റാത്തൽ, 5 റാത്തൽ, 1 റാത്തൽ ഇങ്ങനെ വീതിച്ച് തൻ്റെ ദാസന്മാരെ വ്യാപാരം ചെയ്യുവാൻ കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ട് പോയ യജമാനനെക്കുറിച്ചുള്ള ഉപമ ഇവിടെ ശ്രദ്ധേയമാണ്. 10 കൊടുത്തവൻ 10 കൂടി നേടി, 5 കൊടുത്തവൻ 5 കൂടി നേടി, 2 കൊടുത്തവൻ 2 കൂടെ നേടി. 10 കൊടുത്തവന് 10 കൂടി നേടിയതിനാൽ അവന് 10 പട്ടണങ്ങൾ വീതിച്ചു കൊടുത്തു. 5 കൂടി നേടിയവന് 5 പട്ടണത്തിന്മേലും വിചാരകനാക്കി. ഇപ്രകാരം നാം ക്രിസ്തുവിനോട് കൂട്ടവകാശികളും ഭരണത്തിൽ പങ്കുള്ളവരുമായിരിക്കും. ദൈവജനം ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 വർഷം ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വാഴും. വെളിപ്പാട് 5:10. തേജസ്കരിക്കപ്പെട്ട യഹൂദ വിശുദ്ധന്മാർ നമുക്ക് തോഴുമാരും ക്രിസ്തുവിന് സ്നേഹിതന്മാരുമായി കൂടെ വാണ് ദേശം ഭരിക്കും. വെളിപ്പാട് 20:6, വെളിപ്പാട് 2:27. ഇവരെല്ലാവരും തേജസ്കരിക്കപ്പെട്ടവരാകയാൽ ദൂതന്മാരെ പോലെ ആയിരിക്കും. അടുത്ത് യഹൂദന്മാർ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്ന സകല യഹൂദന്മാരെയും 4 ദിക്കിൽ നിന്നും കർത്താവ് ഇസ്രായേലിലേക്ക് മടക്കി വരുത്തും. ദൈവം അബ്രഹാമിലൂടെ അവർക്ക് ദാനമായി നൽകിയ കനാൻ ദേശമായ പാലസ്തീൻ ദേശം മുഴുവനും അവർക്ക് അവകാശമായി നൽകുകയും ദേശം വിഭാഗിച്ച് 12 ഗോത്രങ്ങൾക്ക് വീതം വെച്ച് നൽകുകയും അവർ അവിടെ നിർഭയം പാർക്കുകയും ചെയ്യും. യെശയ്യാവ് 11 11 മുതൽ 16 വരെ, യെഹെസ്കേൽ 37 21 മുതൽ 28 വരെ, 39:26, സഖര്യാവ് 14:11. ഈ ഭാഗങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 34 1 മുതൽ 15 വരെ വായിക്കുമ്പോൾ കനാൻ ദേശം അതിർ തിരിച്ച് ഓരോ ഗോത്രങ്ങൾക്കും നൽകിയിരുന്നു. അതെല്ലാം ഇന്ന് ശത്രുക്കൾ കൈവശമാക്കി. എന്നാൽ അത് എല്ലാം പിടിച്ചെടുത്ത് തുടർന്ന് മേൽപ്പറഞ്ഞ അതിരിൻ പ്രകാരം വിഭാഗിച്ച് നൽകുകയും അവർ അവിടെ സമാധാനമായി പാർക്കുകയും നഷ്ടപ്പെട്ട ദേവാലയം പുനഃസ്ഥാപിച്ച് നൽകുകയും ചെയ്യും. 3. ജാതികൾ. ഹർമഗദോൻ യുദ്ധത്തോടുകൂടെ യഹൂദന് സംരക്ഷണം നൽകിയ ആ ഒറ്റ കാരണത്താൽ വലത്തുഭാഗത്തേക്ക് കർത്താവ് വേർതിരിച്ച് നിർത്തിയ ജാതികളെക്കുറിച്ച് നാം പഠിച്ചുവല്ലോ. ആ ജാതികൾ ഈ രാജ്യത്തിൽ പ്രവേശിക്കും. പാലസ്തീൻ ഒഴിച്ചുള്ള വെളിംപ്രദേശത്ത് അവർ പാർക്കുകയും ചെയ്യും. യഹൂദന്മാരും ജാതികളും തേജസ്കരിക്കപ്പെടാത്ത മനുഷ്യരാകയാൽ ഇവർ സന്താനപുഷ്ടിയുള്ളവരായിരിക്കും എന്നതിനാൽ ഇവരിൽ നിന്നും തുടർന്നും മനുഷ്യജാതിയെക്കൊണ്ട് ഭൂമി നിറയും. സമാധാനമുള്ള ഭരണം സമാധാന പ്രഭുവായ ക്രിസ്തുവിൽ നിന്ന് ഇവർക്ക് ലഭിക്കും. ഇവരെ ഭരിക്കുവാൻ ഇവരുടെ ഇടയിൽ നിന്നും മാനുഷരാജാക്കന്മാരെ നിയമിക്കും. യഹൂദാജനത്തെ ഭരിക്കുവാൻ പാലസ്തീനിൽ അവരുടെ ഇടയിൽ നിന്നും ദാവീദിനെ പോലെ ഒരു രാജാവ് എഴുന്നേൽക്കും. ക്രിസ്തുസഭ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ക്രിസ്തുവിനോട് കൂടെ വാഴും. ഇസ്രായേലിൽ തേജസ്കരിക്കപ്പെട്ട രക്തസാക്ഷികളും പഴയ നിയമ വിശുദ്ധന്മാരും തോഴ്മക്കാരും സ്നേഹിതന്മാരുമായി കൂടെ വാണ് ലോകത്തെ ഭരിക്കും. ഇവരെല്ലാവരും തേജസ്കരിക്കപ്പെട്ടവരാകയാൽ ദൂതന്മാരെ പോലെ ജനത്തിനിടയിൽ പ്രത്യക്ഷപ്പെടുവാനും മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുവാനും കഴിയും. ഇവർ ജനങ്ങൾക്കിടയിൽ ആശ്ചര്യഭരിതരായിരിക്കും. എല്ലാ മനുഷ്യരാജാക്കന്മാരിലും രാജാക്കന്മാരുടെ രാജാവായി യേശുക്രിസ്തു സർവർക്കും മേൽ രാജാതിരാജാവായി വാഴും.
സകലരും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങുകയും അവനെ ആരാധിക്കുകയും ചെയ്യും. ഫിലിപ്പിയർ 2:10 ഇതിനെക്കുറിച്ച് പറയുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടിനെ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കർത്തൻ നീ, കർത്തൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് അടുത്ത പാഠം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം എന്താണ് പിന്നീട് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഗോഗമാഗോഗ് യുദ്ധം, അതോടുകൂടി അന്ത്യ ന്യായവിധി, അതിനെക്കുറിച്ചാണ് നാം അടുത്ത പ്രാവശ്യം പഠിക്കുവാൻ പോകുന്നത്. അതിന് കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരും ദൈവാനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.